നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇനി നവംബർ മാസം വരുന്ന വളർപ്പിറ പഞ്ചമി അപ്ഡേറ്റ് പറയാം. 25/11/25 ചൊവ്വാഴ്ചയാണ് പഞ്ചമി തിഥി വരുന്നത്. 24/11/25 തിങ്കളാഴ്ച വൈകുന്നേരം 7 PM കൂടി പൂജ, വഴിപാട്, യാഗം എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. അതിനുശേഷം വരുന്ന പേരുകൾ എടുക്കാൻ ഒക്കത്തില്ല. പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മുടെ വീഡിയോ മുന്നേ കണ്ട് വരുന്നവർക്ക് അറിയാം. പുതുതായി വരുന്നവരാണെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതിൽ മെസ്സേജ് ചെയ്തോളുക. ഓൾ ഇൻഫർമേഷൻസും അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ ആയി വരുന്നതാണ്. ഇന്നത്തെ പതിവ് എന്താച്ചാല്, നമുക്ക് എല്ലാവർക്കും ഏതോ ഒരു കാലഘട്ടത്തിൽ ഇനി വരുന്ന ഏതെങ്കിലും ഒരു സമയത്ത് ഉതകുന്ന ഒരു മുഖ്യമായ വിഷയം കറന്റിലി നടന്നുകൊണ്ടിരിക്കുന്നതാവാം, ഇനി വരേണ്ടതാവാം. നമുക്ക് അത് ഫുൾ 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു വിഷയം. അതെ, നമ്മുടെ ജീവിതത്തില് നമുക്ക് വേണ്ടാത്ത ഒരാള്, ദാറ്റ് മീൻസ് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാള്, നമുക്ക് സദാ ഫുൾ ടൈം നമുക്ക് പ്രശ്നം ഉണ്ടാക്കി നമ്മളെ ടോർച്ചർ ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള്, അങ്ങനെ ഒരാൾ ഇരിക്കുന്നു എന്ന് വെച്ചുക്കോങ്ക. അവർ വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നേ വെളിയിൽ പോകണം. പിന്നെ നമുക്ക് വന്നിട്ട് അവരിലാലെ യാതൊരു പ്രശ്നവും വരാനേ പാടില്ല. ഞാനൊന്ന് ചുമ്മാ ഇരുന്നാൽ കൂടെയും എനിക്ക് പ്രശ്നം തന്നിട്ടേ ഇരിക്കുന്നു, എന്നെ കുത്തി 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 നോവിച്ച് പറഞ്ഞിട്ടേ ഇരിക്കുന്നു. ഞാൻ എൻ്റെ വഴിയിൽ പോയാൽ കൂടെയും ഏതോ ഒരു രീതിയിൽ അവിടെ വന്ന് എൻ്റെ വഴിയിൽ വന്നിട്ട് എനിക്ക് പ്രശ്നം കൊടുത്തിട്ടേ ഇരിക്കുന്നു, എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടേ ഇരിക്കുന്നു. എന്നെ വന്നിട്ട് കുത്തി കുത്തി ടോർച്ചർ ചെയ്യുന്നതാണ് അവരുടെ ഒരു ദിവസത്തെ, അതായത് ഫുൾ ടൈം ജോബ് എന്ന് പറയുന്നത് അതാണ്. അങ്ങനെയുള്ള ഒരു ചില പേരുടെ ലൈഫിൽ കൃത്യം അത് തീർച്ചയായിട്ടും ഇരിക്കും. അത് ഒത്തിരി എനിക്ക് ഒരുപാട് പേരിൽ നിന്ന് വന്ന കമന്റ്സ് ഉണ്ട്, വാട്സപ്പ് മെസ്സേജസ് ഉണ്ട്. ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്, കാരണം ഒരുപാട് പേര് മോസ്റ്റ്ലി റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഇത് ഞാനൊരു പതിവായിട്ട് ചെയ്യുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ റിലേറ്റീവ്സ് ആവാം, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, അതല്ല ഇൻ കേസ് ചിലരുടെ സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ അങ്ങനെ ആര് വേണോ ആയിരിക്കാം. അത് നമുക്ക് അറിയാത്ത ഒരാളായിരിക്കാം, നമ്മുടെ ബാക്കിൽ നിന്ന് കുത്തി നമ്മുടെ പ്രശ്നം ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് എഗനിസ്റ്റ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ അവരെ കണ്ടിട്ട് കൂടെ ഇല്ല. അങ്ങനെ ഒരാളായിരിക്കാം. നമുക്കും അവർക്കും യാതൊരു സംബന്ധവും ഇല്ല, പക്ഷെ നമ്മൾ മുന്നേറി മുന്നോട്ട് പോകാൻ പാടില്ല, നല്ല രീതിയിൽ പോകാൻ പാടില്ല. അങ്ങനെ ഒരാളായിരിക്കാം. ഇവൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ടേ ഇരിക്കണം, ഇവനെ വന്നിട്ട് ജീവിതത്തില് പിന്തള്ളിപ്പെടണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന ചിലരുണ്ടാവാം. ഇങ്ങനെ ഇരിക്കുന്നവരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പോകണം. അതിന് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇതും വന്നിട്ട് ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ്, പ്രപഞ്ച ഈർപ്പ് വിധി. ശരിയാ? എങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് പ്രപഞ്ചത്തിൽ നിന്ന് പ്രേ ചെയ്ത് നമ്മൾ പ്രപഞ്ചത്തിനോട് പറഞ്ഞു വാങ്ങുന്നുവോ, അതുപോലെ തന്നെ നമുക്ക് വേണ്ടാത്തത് നമ്മളിടം നിന്ന് വിടുതൽ വാങ്ങി നമ്മളിൽ നിന്ന് പോകാൻ വേണ്ടി നമുക്ക് പ്രപഞ്ചത്തോട് പ്രേ ചെയ്യാൻ പറ്റും. ശരിയാ? സോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വഴി പിൻപെടലാം എന്ന് ഞാൻ പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എടുത്താല്, ഇപ്പൊ നമ്മള് ഒരിടത്തിൽ ഇരിക്കുകയാണ്, എന്നാലും നമ്മുടെ വീടിന്റെ പക്കത്തിരിക്കുന്ന അടുത്ത വീട്ടിലെ ആള് എപ്പോ നോക്കിയാലും നമുക്ക് ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണമെന്നെ വന്നിട്ട് ഇപ്പൊ ഞാൻ എടുത്ത് കാണിച്ച് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം വീടിന്റെ ഫ്രണ്ടിൽ ഒരു കോലം ഇടണമെന്ന് വെച്ചോളൂ. ആ കോലത്തിൽ വന്ന് വെള്ളം ഒഴിച്ച് കളയുന്നത്, അതല്ലാച്ചാല് കുപ്പ മേലെ ഇരുന്ന് കൊട്ടിക്കളയുന്നത്, പിന്നെ വേറൊന്ന് പറഞ്ഞാല് ഒരു ചില പേര് തല ചീകി അവരുടെ മുടിയുണ്ടല്ലോ നമ്മുടെ വീട്ടിന്റെ വാസലില് മുറ്റത്തെല്ലാം ഇടുന്നത്, ഏതോ ഒന്ന് അവർ ചെയ്തിട്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ വന്നിട്ട് ഓൺ ഹൗസ്, അതായത് സ്വന്തം വീടാണ്, നമുക്ക് അവിടെ നിന്ന് കാലി ചെയ്ത് വേറൊരിടത്തോട്ട് നമുക്ക് ഷിഫ്റ്റ് ആവാനൊന്നും പറ്റത്തില്ല. എന്നാൽ അവര് വന്നിട്ട് എന്താ റെന്റിനിരിക്കുന്നത്, അവർക്ക് എന്ത് വേണോ ചെയ്യാം, എവിടെ വേണോ പോകാം, അതൊരു വിഷയമല്ല.
ഡെയിലി ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ എത്ര നാൾ മുന്നോട്ട് പോകാൻ പറ്റും? ഈ കഷ്ടം നമ്മൾ എങ്ങനെ അനുഭവിച്ചിട്ട് മുന്നോട്ട് പോകുന്നത്? അത് എത്ര നാളത്തേക്ക്? നമ്മ വീട്ടിൽ യാതൊരു പ്രശ്നവുമില്ല, എന്നാൽ ഇങ്ങനെ മറ്റുള്ളവരുടെ ഇതുകൊണ്ട് നമുക്കൊരു നിമ്മതിയല്ല, നമുക്കൊരു സമാധാനവും ഇല്ല. അങ്ങനെ നമ്മുടെ ലൈഫ് പോകുന്നു. ചുറ്റിയിരിക്കുന്നവര്, നമുക്ക് സറൗണ്ടിങ് ആയിരിക്കുന്നവര് നമ്മളെ നോട്ടമിട്ട് നമ്മള് താഴ്ന്നു പോകണം എന്ന മെന്റാലിറ്റിയിൽ അവര് നമുക്ക് എഗനിസ്റ്റ് ഓരോന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിന് എങ്ങനെയിരിക്കും? നമുക്ക് സന്തോഷമായിരിക്കുമോ? ഒരിക്കലും അല്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന ഇടത്തിൽ എടുത്ത് നോക്കിക്കോളൂ. നമ്മുടെ ഒരു ഫ്രണ്ട് എന്ന് വെച്ചുക്കോളൂ, അല്ല ഫ്രണ്ട് അല്ല, ഒരു സ്റ്റാഫ് എന്തെങ്കിലും വെച്ചുക്കോളൂ. നമ്മളെ പറ്റി തപ്പ് ആയിട്ട് മേലിടത്തില് നമ്മളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. അതായത് ബാക്കിൽ നിന്ന് നമുക്ക് അഗനിസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. മാനേജർക്കിട്ട് നമ്മുടെ പ്രോബ്ലംസ്, നമ്മൾ ഒന്നും ചെയ്യാത്തതാണെങ്കിലും അത് നമ്മൾ പ്രോബ്ലം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിക്ക് മാനേജർ കൂടെ പോയി പറഞ്ഞു കൊടുക്കുക. അത് അങ്ങനെയൊക്കെ ഉള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മൾക്കിട്ട് ഇപ്പൊ ഒരു സ്റ്റാഫ് നന്നായിട്ട് സംസാരിക്കുന്നു, എന്നാൽ ഈ ആള് പോയിട്ട് അവർക്കൂടെ നമ്മളെ പറ്റി മോശമായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവർക്ക് അവരുടെ മനസ്സിൽ ഒരു അവരങ്ങനെയല്ലേ, അങ്ങനെ ഒരു മെന്റാലിറ്റി അവരുടെ മനസ്സിൽ ഫോം ആയി വരും. ഇത് കേട്ടിട്ട് അവർ നമ്മളോട് സംസാരിക്കുകയില്ല. അപ്പൊ നമ്മുടെ മനസ്സിന് എങ്ങനെ ഇരിക്കും? അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻ. ഇതെല്ലാം നടന്നാല് നമ്മുടെ ജീവിതം നല്ലായിരിക്കും എന്നല്ല. ഇതെല്ലാം വന്നിട്ട് നമുക്കൊരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തന്നെയല്ലേ. സന്തോഷത്തിനെയും സമാധാനത്തിനെയും കെടുത്തു വിടുന്ന ഓരോ കാര്യങ്ങളല്ലേ ഇത്. സോ ഇങ്ങനെയുള്ളത്, അതായത് അത് ഫ്രണ്ട് ആയാലും ശരി, കോ വർക്കർ ആയാലും ശരി, നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവര് വിലകി മാറി പോകണം. ഒരു ചില പേര് ഇങ്ങനെ പ്രശ്നം തരും, എന്നാൽ ഇന്നും ചില പേരോ നമ്മുടെ ജീവിതത്തിന്റെ ബേസ്മെന്റ് അടിച്ച് മൂടി എടുത്ത് കൊണ്ടുപോകാൻ നിൽക്കുന്നവര് ഒരു ചില പേരുണ്ടാവും. അതായത് ഒത്തിരി പ്രോബ്ലമാറ്റിക് ആയിട്ട് നമ്മുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കും. ഇതൊക്കെ അനുഭവിക്കുന്നവർക്ക് അറിയാം, കാരണം ഇത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ പറയുന്നതാ. ഈ ആള് വന്നിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് പോയാ മതി, ഇയാളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയില്ല. അങ്ങനെ ഒരു ചില പേര് ഇങ്ങനെ പുലമ്പിയിട്ടേ ഇരിക്കും. അങ്ങനെയുള്ളവര് നിങ്ങളുടെ ജീവിതത്തിൽ ഇരുന്നേ പോണം. ബട്ട് ഈ ഒരു വഴിമുറ നിങ്ങൾ പിൻപെട്ടാലേ പോതും. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയി പോവും. തിരിച്ച് നിങ്ങൾക്ക് ഒരു സമയം കൂടെ അവരെ ഒന്ന് മുഖത്ത് നോക്കാനുള്ള ഒരു സിറ്റുവേഷൻ പോലും ഉണ്ടാവില്ല. കാരണം ഇത് വന്നിട്ട് അത്രയ്ക്കും ശക്തിയാർന്ന ഒരു മുറ. ഇപ്പൊ വന്നിട്ട് നമ്മുടെ റിലേറ്റീവ്സിൽ ഒരു ചില പേര് അങ്ങനെ ഇരിക്കും. അതിനാല് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം യോജിച്ച് ചെയ്യണം. എന്താ വെച്ചാൽ ഇനി അവരുടെ ആവശ്യമേ എനിക്ക് വേണ്ട, അവരെ എനിക്ക് ഇനി വേണ്ട എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് ഡിസൈഡ് ചെയ്താൽ മാത്രമേ ഈ വഴിമുറ നിങ്ങൾക്ക് പെടാൻ പാടുള്ളൂ. ശരിയാ? അവരെ എന്റെ ജീവിതത്തിൽ എനിക്ക് എനിക്ക് കാണാനേ ഇഷ്ടമില്ല എന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് ഡിസൈഡ് ചെയ്തുവെങ്കിൽ മാത്രമേ ഈ വഴിമുറ നിങ്ങൾക്ക് പിന്തുടരാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ലൈഫിൽ അവർ വരത്തില്ല. അവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാനുള്ള സിറ്റുവേഷൻ പോലും ഉണ്ടാവത്തില്ല. അതിനാല് അയ്യോ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്തു, എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് അവരെ കാണണമെന്ന് വെച്ചാൽ ഈ വഴിമുറ നിങ്ങൾ പിന്തുടരാൻ പാടില്ല. ശരിയാ? സോ അവര് കുറച്ചായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോവും. ഇപ്പൊ ഇന്ന് ഇത് സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചിട്ട് നാളെ അവര് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകത്തില്ല. കുറച്ച് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ട് പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മുഖത്ത് നോക്കാൻ പോലും വരാത്ത രീതിക്ക് അവർ പോവും. ശരിയാ? ബട്ട് അവർക്ക് വന്നിട്ട് നിങ്ങളാണ് എന്തോ ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു സംശയവും വരവേ വരാതെ. അവർക്ക് വേറെ ജോലി കിട്ടി, ഇല്ലെങ്കിൽ അവരുടെ ഗൗനം വേറൊരാളിലേക്ക് ഫോക്കസ് ചെയ്തു, അല്ല അവർക്ക് അതിനുള്ള ടൈം ഇല്ല, അങ്ങനെ അവര് മാറിപ്പോയിരിക്കാം. അതുകൊണ്ട് അവർക്കും അതിൽ യാതൊരു തരത്തിലുള്ള സന്ദേഹവും വരില്ല. ഇപ്പൊ ഈ മെത്തേഡ് നോക്കിയാല് നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൊരുൾ എന്താ വെച്ചാല് ഒരു A4 സൈസ് ഷീറ്റ്, അതിനെ ഞാൻ പാതിയായിട്ട് മടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പെന്ന്, ഇതിനെ പാതിയായിട്ട് മടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇതിൽ നിങ്ങൾ ഏത് കളർ പെന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം, ബ്ലാക്ക് മാത്രം എടുക്കണ്ട കേട്ടോ. അത് പെന്നെങ്കിലോ മാർക്കറോ അതല്ല സ്കെച്ച് പെന്നോ ഏത് വേണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പെന്നിന്റെ കളർ മുഖ്യമല്ല. ഇത് ഈ നാളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം, ആ നാളിൽ സ്റ്റാർട്ട് ചെയ്യണം, അത് മുഖ്യമല്ല. ഈ സമയത്ത് ആരംഭിക്കാമോ, അടുത്ത ആ സമയത്ത് ആരംഭിക്കാമോ, അങ്ങനെ ഒന്നും ഒരു വിഷയമല്ല. ഇപ്പൊ നിങ്ങൾ നോൺ വെജ് കഴിച്ചിരിക്കുന്നു, നിങ്ങൾ പീരിയഡ്സ് ടൈം ആണ്, പുലവാലായ്മ, ഇതൊന്നുമേ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നോ റെസ്ട്രിക്ഷൻസ്. ശരിയാ? ഇപ്പൊ നിങ്ങൾ വന്നിട്ട് ആ ഒരാളാലെ അത്രയ്ക്കും സഫർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോ കൂടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ കൂടെ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു പേപ്പർ എടുത്തോളുക. നിങ്ങൾ വന്നിട്ട് ഒരു സ്റ്റിഫായിട്ട് ഇരുന്ന പേപ്പർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഞാൻ വന്നിട്ട് A4 സൈസ് വൈറ്റ് ഷീറ്റ് എന്റെ കയ്യിലുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് എടുത്തു. അത് വേണമെങ്കിൽ നിങ്ങൾ എന്നിട്ട് ഒരു സാധാരണ പേപ്പറാണ് എടുക്കണമെങ്കിൽ ഒരു ചാർട്ട് പേപ്പർ ബാഗിലൊന്ന് ഒട്ടി വെച്ചാലും മതി. ശരിയാ? നമ്മളിപ്പോ ഒരു പേപ്പർ എടുത്തല്ലോ. ഇപ്പൊ നമ്മൾ എടുത്ത ഈ വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ പേരെഴുതുക.
യുവർ നെയിം എന്ന് എഴുതിയിരിക്കുന്നില്ലേ, ഇവിടെ നിങ്ങളുടെ പേര് എഴുതുക. ഒരു ബോക്സിനകത്ത് അങ്ങനെ നിങ്ങൾ പേര് എഴുതിക്കൊള്ളുക. ശരിയാ? എന്നിട്ട് ബോക്സിന്റെ മേലെ, താഴെ, ലെഫ്റ്റ്, റൈറ്റ് 4 ദിശകളിലും 4 ആരോ മാർക്ക് ഇടുക. കുറച്ച് നീട്ടി ആരോ മാർക്ക് ഇടുക. ഞാൻ വരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കൊള്ളുക. അതായത് ഈ ആരോ മാർക്ക്, അമ്പുക്കുറി എന്നത് നിങ്ങളെ വിട്ട് പോകുന്ന മാതിരി. ശരിയാ? അങ്ങനെ ഇടുക. എന്നതിന് ശേഷം ഈ പോകേണ്ട ആളുടെ പേര് ഈ മേലത്തെ ആരോയുടെ മേലെയും താഴെയും ലെഫ്റ്റിലും റൈറ്റിലും അവരുടെ പേര് എഴുതിക്കൊള്ളുക. അതായത് ആരോ മാർക്ക് വന്നിട്ട് വെളിയിലേക്കല്ലേ മീൻ ചെയ്തിരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകേണ്ട ആള് വെളിയിലേക്ക് പോവുക, അതാണ് അർത്ഥമാക്കുന്നത്. അവരുടെ പേര് എഴുതിക്കൊള്ളുക. ഇപ്പോ ഞാൻ വന്നിട്ട് ഫോർ എക്സാമ്പിളിനാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള പേര് എഴുതിക്കൊള്ളുക. ലാംഗ്വേജ് പ്രശ്നമില്ല, നിങ്ങൾക്ക് തമിഴിലും എഴുതാം, ഇംഗ്ലീഷിലും എഴുതാം, മലയാളത്തിലും എഴുതാം. ശരിയാ? അതെല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്. സോ നിങ്ങളുടെ പേര് നടുവിൽ എഴുതിയിട്ട് ഒരു ബോക്സ് വരയ്ക്കുക. ദെൻ ലെഫ്റ്റ്, റൈറ്റ്, അപ്പ് ആൻഡ് ഡൗൺ നീട്ടി ആരോ മാർക്ക് ഇടുക. അതിൽ ആരാണോ വെളിയിൽ പോകേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വെളിയിൽ പോകേണ്ടത്, തൊന്തരവ് ചെയ്യുന്നവരുടെ പേര് എഴുതിക്കൊള്ളുക. ഓക്കെ. ഇപ്പൊ ഇനി നിങ്ങളുടെ ഡൗട്ട് എന്താ വെച്ചാൽ, എനിക്ക് 2 അല്ലെങ്കിൽ എനിക്ക് 3 പേര് എന്റെ ജീവിതത്തിൽ നിന്ന് പോണം. ഇപ്പോ നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഒരു പേരല്ലേ, എനിക്ക് ഒരു പേരോ എഴുതാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഇപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകേണ്ട ഫസ്റ്റ് ആളുടെ പേര് എഴുതി, ദെൻ സെക്കൻഡ് ആള്, തേർഡ് ആള്, നിങ്ങൾക്ക് എത്ര പേര് വേണമെങ്കിലും എഴുതാവുന്നതാണ്. ശരിയാ? ഇത് എഴുതിയതിന് ശേഷം നിങ്ങൾ ഈ ഒരു കോഡില്ലേ, നമ്മളിപ്പോ ഈ കോഡിന് മീൻസ് ഈ ആരോയുടെ അവിടെ എഴുതേണ്ട സ്വിച്ച് വേർഡ് ഉണ്ട്. ആ സ്വിച്ച് വേർഡ്, ഈ കോഡിന്റെ സൈഡിൽ എഴുതേണ്ട സ്വിച്ച് വേർഡ് എന്താ വെച്ചാല് ഡിറ്റാച്ച് ഗോൺ, ഡിറ്റാച്ച് ഗോൺ, ഡിറ്റാച്ച് ഗോൺ. വേറൊന്ന് സ്വിച്ച് വേർഡ് വന്നിട്ട് എപ്പോഴും ഇംഗ്ലീഷിലേ എഴുതാൻ പാടുള്ളൂ. അത് തമിഴിലും മലയാളത്തിലും ഒന്നും എഴുതാൻ പാടില്ല. അത് വന്നിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതിക്കൊള്ളുക. ശരിയാ? കാരണം നമ്മുടെ മലയാളത്തിലോ തമിഴിലോ വന്നിട്ട് നമുക്ക് ഇംഗ്ലീഷിലിരിക്കുന്ന മാതിരി ഇത് സ്വിച്ച് വേർഡ് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സ്വിച്ച് വേർഡ് വന്നിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ എഴുതിക്കൊള്ളുക. ഞാൻ മുന്നേ വാഴുക വലമുടൻ എന്നൊരു സ്വിച്ച് വേർഡ് കൊടുത്തിരുന്നു. അതൊക്കെ നമുക്ക് തമിഴിലുള്ളതാണ്. ശരിയാ? ഇംഗ്ലീഷ് എന്ന് എടുത്താൽ ആംഗലേയത്തില് നിറയെ സ്വിച്ച് വേർഡ് ഓരോരോ പ്രശ്നത്തിനും എടുത്താലും ഇരിക്കുന്നുണ്ട്. നമ്മുടെ പതിവ് പിന്തുടർന്ന് കണ്ടുവരുന്നവർക്ക്, ഫോളോ ചെയ്യുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാം. സോ ഡിറ്റാച്ച് ഗോൺ, ഡിറ്റാച്ച് ഗോൺ എന്ന് എഴുതിയല്ലോ. ഈ ഡിറ്റാച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടത്, പിരിഞ്ഞിടുന്നത്. ഗോൺ എന്ന് വെച്ചാല് പോയിടുന്നത്. അപ്പോ പിരിഞ്ഞ് പോയിടുന്നത്. ഓക്കെ. സോ ഡിറ്റാച്ച് ഗോൺ, ഡിറ്റാച്ച് ഗോൺ. ഇനി വേറൊന്നുണ്ട്, ഇംഗ്ലീഷ് എഴുതാൻ അറിയാത്തവർക്ക് ഞാനത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഡിറ്റാച്ച് ഗോൺ, അത് ഇംഗ്ലീഷ് അറിയാത്തവർക്കായിട്ട്. ശരിയാ? ഇത് ഫോർ എക്സാമ്പിളിന് ഞാൻ എഴുതി കാണിച്ചിരിക്കുന്നതാണ്. ഇത് വന്നിട്ട് നിങ്ങൾ പേപ്പറിൽ എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇപ്പൊ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയണമെന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എഴുതി കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ പ്രൊനൗൺസിയേഷൻ വേണം, എങ്ങനെ പ്രൊനൗൺസിയേഷൻ ചെയ്യണം എന്നതിനൊക്കെയാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. ഡിറ്റാച്ച് ഗോൺ, അങ്ങനെ നിങ്ങൾക്കിത് ഉച്ചരിക്കാം. സോ ഇതാണ് മെയിൻ. നോക്കൂ, ഈ ഡിറ്റാച്ച് ഗോൺ എന്നത് വീണ്ടും ഞാൻ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ താഴെ വന്നിട്ട് പ്രപഞ്ചത്തിന് നന്ദി. ശരിയാ? താങ്ക് യു യൂണിവേഴ്സ്. ഇതുപോലെ നിങ്ങൾ ഒന്ന് റെഡിയാക്കിക്കോളുക. ഫോർ ദ നെക്സ്റ്റ് 48 days നിങ്ങൾ ഏത് ആളാണോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകേണ്ടത്, അവർ കുറേശ്ശെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വിലകി മാറിക്കൊണ്ടേയിരിക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നേരം കിട്ടുമ്പോഴൊക്കെ, അതായത് നിങ്ങൾ സൈലന്റ് ആയിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ആരെയും ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുന്ന സമയത്തിന്, കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒരു നാളേക്ക് 1 minute, 1 നിമിഷം നിങ്ങൾ ഇതിനായിട്ട് ചെലവ് ചെയ്തോളുക. ഈ പേപ്പർ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നില്ലേ, ഈ പേപ്പർ നോക്കിയിട്ട് ഡിറ്റാച്ച് ഗോൺ, ഡിറ്റാച്ച് ഗോൺ, ഡിറ്റാച്ച് ഗോൺ, ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന തവണ നിങ്ങൾ 1 minute നിങ്ങളത് ചൊല്ലിക്കൊള്ളുക. എത്ര കൗണ്ടിങ് ഉച്ചരിക്കണമെന്നൊന്നും അങ്ങനെ പർട്ടിക്കുലർ കൗണ്ടിങ് ഒന്നുമില്ല. ഇപ്പൊ ഞാൻ ജസ്റ്റ് 1 minute പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അധികം ടൈം ഉണ്ടെങ്കിൽ അധികം നിങ്ങൾ ചെയ്തോളുക. ശരിയാ? നിങ്ങൾ ഈ വാക്യം ചൊല്ലുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ഉണർന്ന് ചൊല്ലണം. ആ ആള് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നു, ഡിറ്റാച്ച് ഗോൺ എന്ന് നിങ്ങളുടെ കണ്ണുകൾ അടച്ച് മനസ്സിലെ നിങ്ങളിത് കരുതി ചൊല്ലിക്കോളുക. അവരെന്റെ ജീവിതത്തിൽ നിന്ന് പോവുകയാണ്,
അവർ പോയിക്കൊണ്ടേയിരിക്കുന്നു, ഞാൻ എൻ്റെ ലൈഫ് സന്തോഷമായിട്ടിരിക്കുന്നു, അങ്ങനെ നിങ്ങൾ മനസ്സിൽ കരുതി ചൊല്ലിക്കൊള്ളുക. ഒരു 10 ടൈംസോ ഒരു 20 ടൈംസോ നിങ്ങളിത് ചൊല്ലിയെന്ന് വെച്ചോളൂ. ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം പ്രപഞ്ചത്തിന് നന്ദി പറയുക. പ്രപഞ്ചത്തിന് നന്ദി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. കാരണം ആ വിഷയം നടക്കാൻ പോവുകയാണ്. അത് മോസ്റ്റ് ഓഫ് ദി ടൈം അത് നടന്ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് ആരാണ് നമുക്ക് ചെയ്തു തരുന്നത്? യൂണിവേഴ്സ്, പ്രപഞ്ചമാണ് നമുക്ക് ചെയ്തു തരുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രപഞ്ചത്തിന് നന്ദി പറയുന്നു. എന്നതിന് ശേഷം നിങ്ങളിത് പേപ്പർ നോക്കിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഭദ്രമായിട്ട് വെച്ചോളുക. ഡെയിലിയും ഒരു സമയം, അതായത് രാവിലെയോ വൈകുന്നേരമോ ഉച്ചയ്ക്കോ നിങ്ങൾക്ക് ടൈം കിട്ടുന്ന എപ്പോഴെങ്കിലും എടുത്തിട്ട് ഈ 1 മിനിറ്റ് ഇതിനായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും അതുപോലെ തന്നെ മടിച്ചു വെച്ചോളുക. കബോർഡിലെയോ ബ്യൂറോയിലെയോ അല്ലെങ്കിൽ ബെഡിന് അടിയിലോ എവിടെ വേണമെങ്കിലും. ഇപ്പൊ മടിച്ചു വെക്കണമെന്നില്ല, തുറന്ന് തന്നെ ഓപ്പൺ ആയിട്ട് വെക്കാം, അതൊന്നും ഒരു വിഷയമില്ല. ശരിയാ? സോ ആ 48 ഡേയ്സിൽ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ലഭിക്കും, നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരും. ദെൻ എന്നതിന് ശേഷം ഈ പേപ്പർ നമുക്ക് യൂസ് ഇല്ല, അത് വന്നിട്ട് നിങ്ങൾക്ക് കുപ്പയിൽ തൂക്കിപ്പോട്ടിട്ടില്ല, എവിടെയെങ്കിലും കളഞ്ഞോളുക. ശരിയാ? സോ ഫോർ 48 ഡേയ്സ് ഇതിൽ നടുവിൽ നിങ്ങൾ 2 നാളോ 3 നാളോ വിട്ടുപോയെങ്കിൽ അതൊന്നും ഒരു വിഷയമില്ല. എഗെയിൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളുക. അത് മുതലേ ഇരുന്ന് ആരംഭിക്കണമെന്നില്ല. ഇപ്പൊ ഒരു 48 ഡേയ്സ് നമ്മൾ കൗണ്ട് വെച്ചിട്ട് നമ്മൾ 27 വിട്ടു, ഒരു 3 ദിവസം നമ്മൾ സ്ഥലത്തില്ലായിരുന്നോ, നമുക്ക് മറന്നുപോയി എന്തെങ്കിലും ആണെങ്കിൽ അടുത്ത് 27 നിർത്തിയെങ്കിലും അടുത്ത് ആ 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ എഗെയിൻ 28 ടു സ്റ്റാർട്ട് ചെയ്യാം. ശരിയാ? ക്ലിയർ അല്ലേ? സോ നമ്മൾ വന്നിട്ട് 48 ഡേയ്സ് ഒരു കണക്കിനാണ് പറയുന്നത്. ഇല്ലെങ്കിൽ നല്ല ചേഞ്ച് വരുന്നത് വരേക്കും ഇത് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. 48 ഡേയ്സ് എന്നത് മാറ്റി നിങ്ങൾക്ക് ഇപ്പൊ 48 ഡേയ്സിൽ കാര്യം നടന്നില്ലെങ്കിൽ എഗെയിൻ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ വേറൊന്ന് 48 ഡേയ്സിന് മുന്നേ തന്നെ ഇത് നടന്നാലും നിങ്ങൾ 48 ഡേയ്സ് വരെ കണ്ടിന്യൂ ചെയ്യണം. ശരിയാ? പറഞ്ഞല്ലോ, ഡെയിലി ഒരേ ഒരു ടൈം നിങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. അത് രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ എപ്പോഴെന്ന് വെച്ചാൽ ചെയ്തോളുക. പ്രത്യേകിച്ച് കൗണ്ടും കാര്യമൊന്നുമില്ല. എല്ലാം നിങ്ങൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരുന്ന് മനസ്സിൽ വേറെ ചിന്തകളില്ലാതെ ചെയ്തോളുക. ശരിയാ? അപ്പോൾ ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. അത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വേറൊന്ന്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.